2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ബ്രില്യന്റിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡൊമിനിക് ആന്റണിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഡൊമിനിക് ഇപ്പോൾ മധുരൈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്ന് ഡൊമിനിക്കിന് നമ്മളോട് പങ്കുവെക്കാനുള്ളത് മധുരൈ മെഡിക്കൽ കോളേജിലെ വിശേഷങ്ങളാണ്. ആ വിശേഷങ്ങൾ നമുക്ക് ഡൊമിനിക്കോട് തന്നെ ചോദിച്ചറിയാം. ഹായ് മോനെ. അപ്പം മോൻ്റെ നാട് ഏതാണ്? ട്രിവാൻഡ്രമാണ്. അപ്പം നീറ്റ് 2023 എക്സാമിന് ഒരു മികച്ച വിജയമൊക്കെ കരസ്ഥമാക്കി ഇപ്പം മധുരൈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2nd ഇയർ MBBS വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് മധുരൈ മെഡിക്കൽ കോളേജിലെ എക്സ്പീരിയൻസ് ഒക്കെ? മധുരൈ മെഡിക്കൽ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് ബ്രില്യൻറ്റിൽ നിന്ന് പോകുന്നു. ബ്രില്യൻ്റെ കാര്യങ്ങളും എക്സാമും കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലോട്ട് പ്രവേശിക്കുന്നു. കോളേജിൽ പോയപ്പോൾ എനിക്ക് ആദ്യം വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയും, പിന്നെ അവിടുത്തെ സീനിയേഴ്സും അവിടുത്തെ സ്റ്റഡീസും. പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു നമ്മുടെ മലയാളീസ് തന്നെ കുറേ ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, അവിടുത്തെ കൾച്ചർ ആണെങ്കിലും ശരി, അവിടുത്തെ ഫുഡ് ആണെങ്കിലും ശരി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു 3-4 months. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ ഒരു ഫ്ലോയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഇയർ അവിടെ ജോയിൻ ചെയ്തപ്പം എങ്ങനെയായിരുന്നു മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അവിടെ ഫസ്റ്റ് ഇയറിൽ? ഫസ്റ്റ് ഇയറിൽ 14 മലയാളീസ് ഉണ്ട്. അതിൽ 13 പേര് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. പിന്നെ സീനിയേഴ്സിലും കുറേ പേര് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ തന്നെയാണ് അവർ പഠിച്ചത് നീറ്റിന് വേണ്ടി. അപ്പം മൊത്തം ഫസ്റ്റ് ഇയറിൽ എത്ര സീറ്റുകളാണ് അവിടെ ഉള്ളത്? മൊത്തം 250 സീറ്റ്സ് ആണ്. 250 സീറ്റ്സ് ആണുള്ളത് അല്ലേ? അപ്പം അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ നമുക്ക് സെപ്പറേറ്റ് മെൻസും വിമൻസ് ഹോസ്റ്റലുണ്ട്. ഫസ്റ്റ് ഇയറിനാണെങ്കിൽ റാഗിങ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്ലോക്കാണ് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് സീനിയർ ഹോസ്റ്റലും, തേർഡ് ഇയറും പിന്നെ ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ ഒരു സീനിയർ ഹോസ്റ്റലും, പിന്നെ നമ്മൾ ഹൗസ് സർജൻ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ എങ്ങനെയാണ്? ടീച്ചർ വളരെയധികം സീറ്റ് 250 സീറ്റുള്ള ഒരു കോളേജ് ആയതുകൊണ്ട് അത്രമാത്രം കേസും പലതരം ഡിഫറെൻറ്റ് എന്താ പറയുക യുണീക്ക് കേസസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെരിഫറി കോളേജസ് എന്നുള്ള മറ്റേ റെഫറൽസും അതൊക്കെ നമുക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, മധുരൈ മെഡിക്കൽ കോളേജിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ എക്സ്പോഷർ ഉണ്ട്. നമുക്ക് ബുക്കിൽ പഠിക്കുന്ന ആ കേസിനെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് വളരെ അഡ്വാൻറ്റേജ് ആണ് ഒരു സംബന്ധിച്ചിടത്തോളം. അപ്പം ഒത്തിരി സ്വപ്നം കണ്ട ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് വന്നപ്പം ആദ്യം തോന്നിയ ഫീൽ എന്താ? ആദ്യം ഞാൻ ഭയങ്കര നല്ല പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഒരു കൊല്ലം നമ്മളിവിടെ കിടന്നിട്ട് കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് ഇറങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയപ്പോൾ തന്നെ ഇറ്റ് വാസ് എൻ അച്ചീവ്മെന്റ്. ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. അപ്പം ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം വീണ്ടും ബ്രില്യന്റിലേക്ക് വന്നിരിക്കുവാണ്. ക്ലാസ് ടീച്ചർമാരെയൊക്കെ കണ്ടോ? ക്ലാസ് ടീച്ചേഴ്സിനെ കണ്ടു, ഹോസ്റ്റൽ വാർഡനെ കണ്ടായിരുന്നു, പിന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സിനും ജസ്റ്റിസ് സാറിനെയും ഡയറക്ടേഴ്സിനെ ഒക്കെ കണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്, നന്ദിയും കടപ്പാടുണ്ട്. എന്നെ കുറേ ഇങ്ങനെ പഠിപ്പിച്ച് കയറ്റിയെടുത്തതാണ്. ഓൾവേസ് താങ്ക്സും ഇതും എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം ബ്രില്യന്റിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പുതുമ തോന്നുന്നുണ്ടോ? ഇവിടെ കുറേ ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ട് നമ്മുടെ ബ്രില്യന്റ് തന്നെ. ഡി ബ്ലോക്ക് എക്സ്പാൻഷനും പിന്നെ കുറേ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്. ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിൽ ശരി, പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ശരി, കാഫറ്റേറിയ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. കുറേ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ തന്നെ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇയർ നൗ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് അനാറ്റമി ലാബിലൊക്കെ കയറുമ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അനാറ്റമി ആദ്യം നമ്മൾ കയറുമ്പോൾ ആ ഒരു കഡാവർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പേടി ഉണ്ടാവും ഫസ്റ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ഡെഡ് ബോഡി. പിന്നെ പയ്യെ നമ്മളിങ്ങനെ ടീച്ചേഴ്സ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അതിൻ്റെ ഡിസെക്ഷനും കാര്യങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. പിന്നെ അവസാനമാകുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ തന്നെ അടുത്ത് പോയി നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങും. പിന്നെ നല്ല വൃത്തിക്ക് പഠിക്കാനൊക്കെ പറ്റും. അതിൻ്റെ മസിൽസും ആർട്ടറീസും വെയിൻസും ഒക്കെ. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ കുറേ അപ്കമിങ് ആയിട്ടുള്ള നീറ്റ് ആസ്പിറൻസ്, അതായത് 2025 എഴുതാൻ പോകുന്ന കുറേ നീറ്റ് ആസ്പിറൻസ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? NCERT ബുക്സിന് റെഫർ ചെയ്യുക, കംപ്ലീറ്റ്ലി NCERT പഠിക്കുക. പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാംസ് ഫുൾ 100% ഫോക്കസുമായിട്ട് അതിൽ പഠിച്ചു പോയാൽ മതി. വേറെ എക്സ്ട്രാ ആയിട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല. മോഡൽ എക്സാംസും റിവിഷനും ചെയ്താൽ മതി. പിന്നെ പഠിച്ച കാര്യം പിന്നെയും പഠിക്കുക. പുതിയതായിട്ട് അവസാനം മൊമെൻ്റ് ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. പഠിച്ച് തന്നെ പഠിച്ചാൽ മതി. ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ മോൻ ഇവിടുത്തെ മോഡൽ എക്സാംസ് ഒക്കെ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഡയറക്ടേഴ്സ് ഇങ്ങനെ കുറേ പറയും, നമുക്ക് മോട്ടിവേഷനും ഉപദേശങ്ങളൊക്കെ ഉണ്ടാവും. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇതൊരു അവസാനത്തെ എക്സാം അല്ലേ, ഇതൊക്കെ ഒരു ചവിട്ട് പടിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തരും പലപ്പോഴും. സോ നമ്മൾ അതൊക്കെ കേട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ അടുത്ത എക്സാമിൽ നമ്മൾ അങ്ങനെ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ അങ്ങനെ തിരുത്തി പോവുക. അതാണ് ഇതിൻ്റെ മോഡൽ എക്സാംസിൻ്റെ ഒരു ഇത്. അപ്പം ഡൊമിനിക് ഇപ്പോൾ ലൈഫിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. വൈറ്റ് കോട്ട് എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നം നേടിയെടുത്തിരിക്കുവാണ്.
അപ്പോൾ ഇനി ജീവിതത്തിൽ അങ്ങോട്ടും ഇതുപോലെ തന്നെ വലിയ വലിയ സക്സസ്സുകൾ ഉണ്ടാവട്ടെ. ഇനിയും ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വരിക, പഴയ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുക, പുതിയ ഇതുപോലെയുള്ള നീറ്റ് ആസ്പിറൻസിന് ഒരു എൻകറേജ് അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് ഇനിയും ഉണ്ടാവട്ടെ, പുതിയ നല്ല ഹൈറ്റുകളൊക്കെ അച്ചീവ് ചെയ്യട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.